തന്നെ കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നല്ലോ. താൻ നിരവധി പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്, പലർക്കും സാമ്പത്തിക സഹായം നൽകാറുണ്ട്, ചോദിക്കുമ്പോൾ തന്നെ കൊടുക്കുന്നതുകൊണ്ട് അത് ആരാ എന്താണ് എന്നൊന്നും അന്വേഷിക്കാറില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടാകാം, അത് കാരണമാണ് തന്നെ വിളിച്ചു വരുത്തുന്നത്, മറ്റ് ലഹരി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ഒരു വിശദീകരണവും വന്നിരുന്നല്ലോ അല്ലേ? ക്രിസ്റ്റീന, കഴിഞ്ഞ 8 വർഷമായി സിനിമാ മേഖലയിലെ പെട്ലറാണ് തസ്ലീമ സുൽത്താൻ. ഇങ്ങനെ ഒരു തസ്ലീമ സുൽത്താനയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വ്യക്തിയെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾക്കോ അല്ല എന്നുള്ള കാര്യം എക്സൈസിന് അറിയാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവർക്കൊക്കെ തന്നെ മറ്റൊരു തരത്തിൽ ഒന്നെങ്കിൽ ഇവർക്ക് സ്വർണത്തിൻ്റെ ഇടപാടുകളുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്നും സ്വർണം എത്തിച്ചു തരുന്ന ഇടപാടുണ്ട്, ഒപ്പം തന്നെ പെൺവാണിഭമുണ്ട്. ഇതിൻ്റെ കൂടെയാണ് ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള ഈ സിനിമാ മേഖലയിൽ ലഹരി ഇടപാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 3 മേഖലയുമായി ബന്ധപ്പെട്ട ഇവരുമായി സമീപിക്കുന്നവരോടായിരിക്കും ഇവർക്ക് സാമ്പത്തിക ഇടപാടുകളുള്ളത്. അതുകൊണ്ട് തന്നെ ജിൻഡോ കൃത്യമായ തെളിവുകൾ കൂടി എക്സൈസിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. ഏത് സാഹചര്യത്തിലാണ് ഇവർക്ക് പണം കൈമാറിയത്, എന്തിനു വേണ്ടിയിട്ടാണ് പണം കൈമാറിയത്, ഇനി മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അടക്കമുള്ള തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ അത് ലഹരി കൈമാറ്റത്തിന് വേണ്ടിയിട്ടാണെന്ന രീതിയിൽ തന്നെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഇപ്പോഴുള്ള 3 പേരെ കൂടാതെ ഇപ്പോൾ 5 പേരെ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് ലഹരി ഇടപാടുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത്തരം കാര്യങ്ങളിലെ തെളിവ് ലഭിക്കുമെങ്കിൽ ഇവരെ കൂടി പ്രതി ചേർക്കും. അതുകൊണ്ടാണ് ജിൻഡോയോടും ജോഷിയോടും നാളെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടി കാലതാമസം വേണമെന്ന് ഒരുപക്ഷെ അവരറിയിച്ചുകൊണ്ടായിരിക്കാം അത്തരം തെളിവുകളുമായി തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അടുത്ത ദിവസം കൂടി ഒരു ദിവസം സാവകാശം കൂടി എക്സൈസിനോട് ആവശ്യപ്പെട്ടതും നാളെ ജിൻഡോയും ജോഷിയും നാളെ ഹാജരാകുമെന്ന് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കേസിൽ സൗമ്യമായി കുറഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അത് ഏത് തരത്തിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കേണ്ടി വരും. പക്ഷേ ഷൈൻ നിലവിൽ എറണാകുളത്തടക്കം പിടിയിലായ സംഭവത്തിൽ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതി തസ്ലീമയുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ കൂടി ലഹരി ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയെങ്കിൽ എന്തിനാണ് തസ്ലീമ സുൽത്താനയുടെ ഫോണിൽ നിന്നും ഈ ഷൈൻ ടോം ചാക്കോയുടെ ചാറ്റ് പൂർണ്ണമായി നീക്കിയത്? എന്തുകൊണ്ടാണ് ഒരു തരത്തിൽ ഇയാളുമായി വാട്സപ്പ് കോൾ ചെയ്ത ഒരാളുമായിട്ട് എന്തിനാണ് പിന്നീട് ഇയാളുടെ ചാറ്റ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തെന്നുള്ള സംശയമുണ്ട്. ഒപ്പം തന്നെ ശ്രീനാഥ് ബാസിയുമായി ഇവർ ഇടപാട് നടത്തിയതിൻ്റെ സംശയമുണ്ട്. കാരണം ശ്രീനാഥ് ബാസിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വേണമോ എന്ന് ഇവർ ചോദിക്കുകയും അയാൾ വെയിറ്റ് എന്നുള്ള മറുപടി നൽകിയിട്ടുണ്ട്. പിന്നീട് ഇവർ തമ്മിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് എത്തിച്ച് 3 കിലോ കഞ്ചാവ് മാത്രമാണ് ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അവശേഷിക്കുന്ന 3 കിലോ കഞ്ചാവ് കൂടി അതിൻ്റെ ഉറവിടം, അത് എങ്ങോട്ടേക്ക് പോയി, ആർക്കൊക്കെ കൊടുത്തു, അത് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴയിലേക്ക് 3 കിലോ കഞ്ചാവ് എത്തിച്ചത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഏകദേശം 2-2.5 കോടി രൂപയോളം വില വരുന്ന കഞ്ചാവാണ്. ഈ കഞ്ചാവ് ആർക്ക് വേണ്ടി എത്തിച്ചു? അത് ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടി ഒരിക്കലും എത്തിക്കുകയില്ല. ഈ രീതിയിൽ അത് ചെറിയ പൊതികളാക്കി കൂടി സപ്ലൈ ചെയ്യാനാണെങ്കിൽ കൂടി ഇത്രയും അധികം കഞ്ചാവ് ഒരു കാരണവശാലും എത്തിക്കുകയില്ല എന്ന സംശയം, ഒരു ബലമായ സംശയം എക്സൈസിനുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു കസ്റ്റമർ ആലപ്പുഴയിൽ ഈ തസ്ലീമയെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇവർക്ക് മുൻപ് എറണാകുളത്ത് താമസിച്ച സമയത്താണ് ഈ ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയുമായി ബന്ധം. പക്ഷേ ആലപ്പുഴയിൽ എത്തിച്ച ശേഷം ഇപ്പോൾ ചിത്രത്തിലില്ലാത്ത മറ്റൊരു വ്യക്തിക്ക് ആണ് ഈ കഞ്ചാവ് എത്തിച്ചെന്നുള്ള സംശയം എക്സൈസിനുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ അറിയണമെങ്കിൽ ഇപ്പോൾ ഈ പ്രതികളെ, ഇപ്പോൾ ഈ നടന്മാരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയും ഇവരിൽ നിന്നുള്ള മൊഴികളും ഒപ്പം തന്നെ ഇനിയും കസ്റ്റഡി അപേക്ഷ കൊടുത്ത ശേഷം ഈ തസ്ലീമയും ഒപ്പം തന്നെ സുൽത്താനെയും ഈ കേസിലെ ഫിറോസ്, 3-ാം പ്രതി മനീഷ്, ഈ ഷൈൻ ടോം ചാക്കോയെ ഇപ്പം എറണാകുളത്ത് ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഫോൺ വിവരങ്ങൾ, ഫോണിലൂടെ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, അതോടൊപ്പം തന്നെ ഈ ചാറ്റുകൾ അത് ഡിലീറ്റ് ചെയ്തു, അതുപോലെയുള്ള തെളിവ് നശിപ്പിക്കലിൻ്റെ ഒരു ഭാഗമായി തന്നെ അത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട മറ്റ് ഇടപാടുകൾ അതിൽ നിന്നൊന്നും, അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്നൊന്നും ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ലെന്നും അതത്ര എളുപ്പമാകില്ല എന്നും മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതും. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളത് അതിനി സാധ്യമല്ലെന്ന് നടന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മനീഷ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനായിരിക്കാം ഒരുപക്ഷെ നേരത്തെ അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ ഈ കൂടുതൽ തെളിവുകൾ അത് ശേഖരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത ചാറ്റ്, വാട്സപ്പ് ചാറ്റൊക്കെ റിട്രീവ് ചെയ്യുക, ആ രീതിയിലൊരു നീക്കമൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അത് ഇന്ന് സ്വാഭാവികമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണോ ഉണ്ടാവുക?
സ്മിത, നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആഴ്ചകൾ കഴിഞ്ഞു. കാരണം ഈ കേസിലെ ഒന്നാം പ്രതി തസ്ലീമ സുൽത്താന ഈ നടന്മാർക്കെതിരെ അല്ലെങ്കിൽ നടന്മാരുമായി ബന്ധമുണ്ടെന്നുള്ള മൊഴി പറഞ്ഞിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. എന്നിട്ടും എക്സൈസ് സംഘം ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഇത്രയും അധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകളില്ലാതെ ഒരു തരത്തിലും ഈ നടന്മാരെ ചോദ്യം ചെയ്തിട്ടോ ഇവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടി ഇത്രയും ദിവസം എക്സൈസ് സംഘം വെയിറ്റ് ചെയ്ത്. അതുകൊണ്ട് തന്നെ കാതലായ എന്തെങ്കിലും തെളിവുകളൊക്കെ തന്നെ എക്സൈസ് സംഘത്തിന്റെ പക്കൽ ഉണ്ടാകാം. അല്ലെങ്കിൽ പ്രമുഖരായ നടന്മാരെ, ഇപ്പോഴും വിവാദത്തിലുള്ള നടന്മാരെ ഇങ്ങനെ വിളിച്ചു വരുത്തുമ്പോൾ അത്തരത്തിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ലഹരി ഇടപാടുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കേസിലെ പ്രതികളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകളും തെളിവുകളും ശാസ്ത്രീയ പരിശോധന ഇവരുടെ ഫോണിൽ നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് അതിന്റെ ധൈര്യത്തിൽ തന്നെയാണ് എക്സൈസ് ഇപ്പോൾ ഈ നടന്മാരെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഇനി ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ചാണ്. ശ്രീനാഥ് ഭാസി ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളുണ്ടാവും. ഒരു ആദ്യം കസ്റ്റഡിയിൽ എടുത്ത് താങ്കളാണ് അവരെ? അതെ, ഞാൻ കസ്റ്റഡി എടുത്തത്. ഒരു 5 പേർക്കെതിരെയാണ് മൊഴി തന്നിട്ടുണ്ടായിരുന്നത്. 5 പേർക്കെതിരെയാണ് അവർ മൊഴി നൽകിയിട്ടുള്ളത്. അതെ. ആർക്കാണ്? ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, പിന്നെ ഒരു മോഡൽ. ഈ ആദ്യഘട്ടത്തിൽ 3 പേരെ മൊഴിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 പേരാണ് ഇന്ന് ചോദ്യം ചെയ്യുക? അതെ, ഇന്ന് 3 പേരാണ് ചെയ്യുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ AC ആണ്. അദ്ദേഹത്തെ ചോദിച്ചറിയാൻ പറ്റും. തുടക്കത്തിൽ തന്നെ ഇവർ ലഹരി ഇടപാട് സാറാണ് അവർ കസ്റ്റഡിയിൽ എടുത്ത ആദ്യ ഉദ്യോഗസ്ഥൻ താങ്കളാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇവർ ഈ ലഹരി ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് അല്ലേ? ഒരാൾ മൊഴി തന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയാൻ കഴിയുള്ളത്.